ബി.ജെ.പിയെ വളർത്തുകയും ഇന്ത്യൻ ഭരണത്തിന്റെ ഉന്നത ശ്രേണിയിൽ അവരെ പ്രതിഷ്ഠിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ബി.ജെ.പി വിരുദ്ധ വികാരം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് ഹാപൂരിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഭരണത്തിന്റെ തണലിൽ സ്വന്തം അണികളെയും തങ്ങളെ അധികാരത്തിലെത്തിയ സമുദായങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന തിരിച്ചറിവ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ പിടിച്ചുലയ്ക്കുകയാണിപ്പോൾ. UGC പരിഷ്കാരങ്ങൾക്കെതിരെ ഹാപൂരിലെ സവർണ സമുദായങ്ങൾ പരസ്യമായി രംഗത്തിറങ്ങുകയും വീടുകൾക്ക് മുന്നിൽ ബി.ജെ.പി നേതാക്കൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചെയ്തത് കേവലം ഒരു പ്രതിഷേധം മാത്രമായിട്ട് കാണരുത്, മറിച്ച് ബി.ജെ.പിയുടെ പതനത്തിന്റെ തുടക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. തങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ശേഷം ജനങ്ങളുടെ താല്പര്യങ്ങളെ ബലി കഴിക്കുന്ന ഭരണകൂടത്തിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹാപൂരിലെ ഗ്രാമീണർ നൽകുന്ന സന്ദേശം വ്യക്തമാക്കുന്നുണ്ട്. സവർണ വിഭാഗം പാർട്ടിക്കെതിരെ തിരിയുന്നത് ബി.ജെ.പിക്ക് ഭരണ തുടർച്ച നഷ്ടപ്പെടാൻ കാരണമാകുമെന്നതിലും സംശയമില്ല. ഈ പ്രതിഷേധം കാട്ടുതീ പോലെ രാജ്യമെമ്പാടും പടരുന്നതോടെ ഇത്രയും കാലം തങ്ങൾ പടുത്തുയർത്തിയ രാഷ്ട്രീയ സാമ്രാജ്യം തകർന്നു വീഴുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് വരാം. UGC വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ ഹാപൂരിൽ സവർണ സമുദായങ്ങൾക്കിടയിൽ ഉടലെടുത്ത പ്രതിഷേധം ബി.ജെ.പിയുടെ രാഷ്ട്രീയ അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന ഗൗരവകരമായ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ വോട്ട് ബാങ്കായി കാലങ്ങളായി നിലകൊള്ളുന്ന സവർണ വിഭാഗങ്ങൾ ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഹാപൂരിലെ ഗ്രാമങ്ങളിൽ 50-ലധികം സവർണ വീടുകൾക്ക് മുന്നിൽ ബി.ജെ.പി നേതാക്കളെയും പ്രവർത്തകരെയും വിലക്കിക്കൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ പ്രതിഷേധത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. വോട്ട് ചോദിച്ചുകൊണ്ട് ബി.ജെ.പി നേതാക്കൾ തങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കരുത് എന്ന കർശനമായ നിലപാടിലൂടെ ഒരുതരം രാഷ്ട്രീയ ഭ്രഷ്ടാണ് ഗ്രാമീണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UGCയുടെ പുതിയ നയപരിഷ്കാരങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസ തൊഴിൽ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണെന്ന ശക്തമായ ബോധ്യം ഈ വിഭാഗങ്ങൾക്കിടയിൽ ഇതിനോടകം തന്നെ വേരൂന്നിയിട്ടുണ്ട്. വർഷങ്ങളായി ബി.ജെ.പിയുടെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഈ വിഭാഗം ഇപ്പോൾ സവർണർ ബി.ജെ.പിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് കേവലം ഒരു പ്രാദേശിക പ്രതിഷേധം മാത്രമായിട്ട് തള്ളിക്കളയാനാവാത്തതാണ്. ഹാപൂരിലെ ഈ പോസ്റ്റർ യുദ്ധം ഒരു സൂചന മാത്രമാണ്. ഇത് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടരുകയും ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയും ചെയ്താൽ ബി.ജെ.പിയുടെ അടിവേരുകൾ അക്ഷരാർത്ഥത്തിൽ ഇളകുമെന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. മുൻകാലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി സജീവമായി നിലകൊണ്ടിരുന്ന വീടുകളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു പ്രതിഷേധം ഉയരുന്നത് നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. സംവരണ കാര്യങ്ങളിലും UGC മാനദണ്ഡങ്ങളിലും സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ തങ്ങൾക്ക് ദോഷകരമാണെന്നും തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലനം എന്നോണം UGC പരിഷ്കാരങ്ങൾ പിൻവലിക്കാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് ഗ്രാമീണർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗ്രാമീണ തലത്തിൽ ബി.ജെ.പി നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന ഈ ബഹിഷ്കരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. സവർണ സമുദായങ്ങൾ കൈവിട്ടാൽ അത് നിയമസഭാ തലത്തിലും ദേശീയ തലത്തിലും വലിയൊരു വോട്ട് ചോർച്ചയിലേക്ക് നയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UGC വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ പാളിച്ചകൾ ഇപ്പോൾ താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ ഇടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വികസനത്തെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചുമുള്ള വലിയ പ്രസംഗങ്ങളെക്കാൾ സ്വന്തം ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്ന നയങ്ങളോടുള്ള പ്രതിഷേധത്തിനാണ് ജനങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത്. ഹാപൂരിൽ തുടങ്ങിയ ഈ തീപ്പൊരി ഉത്തർപ്രദേശിലെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചാൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിയെ അത് കഠിനമായി തന്നെ ബാധിക്കും. സവർണ വിഭാഗത്തിന്റെ ഈ പ്രതിഷേധം കേവലം ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തുടർന്നു പോന്ന രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഉണ്ടായ വലിയ വിള്ളലായിട്ട് വേണം നമുക്ക് തിരിച്ചറിയാൻ. ഈ സന്ദർഭത്തിൽ തങ്ങളുടെ അടിത്തറ കാത്തു സൂക്ഷിക്കാൻ പാർട്ടിക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ബി.ജെ.പിയുടെ ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ തകിടം മറിക്കാൻ പോന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ തുടക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഹാപൂരിലെ ഗ്രാമങ്ങളിൽ 50-ലധികം സവർണ വീടുകൾക്ക് മുന്നിൽ ബി.ജെ.പി നേതാക്കളെ വിലക്കിക്കൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിതമായ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്. വോട്ട് ചോദിച്ചു വരുന്ന നേതാക്കളെ വീടുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഗ്രാമീണരുടെ നടപടി ബി.ജെ.പിയുടെ രാഷ്ട്രീയ അടിവേരുകളെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്.
UGC നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ നയങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ ആധിപത്യത്തെയും അവസരങ്ങളെയും ഇല്ലാതാക്കുമെന്ന് ഈ വിഭാഗം ഭയപ്പെടുന്നു. ഈ അരക്ഷിതാവസ്ഥയാണ് സവർണർ BJPക്കെതിരെ എന്ന കടുത്ത നിലപാടിലേക്ക് അവരെ നയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പതിറ്റാണ്ടുകളായി തുടർന്നു പോന്ന രാഷ്ട്രീയ വിധേയത്വം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ. എന്തായാലും ദേശീയ തലത്തിലേക്ക് ഈ പ്രതിഷേധം പടർന്നാൽ BJPക്ക് അത് വലിയൊരു രാഷ്ട്രീയ ആഘാതമായിരിക്കും. ഹിന്ദി ഹൃദയഭൂമിയിലെ ഭരണം നിലനിർത്തുന്നതിൽ സവർണ വോട്ടുകൾ ഏറെ നിർണായകമാണ്. ഹാപ്പൂരിൽ കണ്ടതുപോലെ ഗ്രാമങ്ങൾ തോറും BJP വിരുദ്ധ വികാരം പടരുന്നത് പ്രതിപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. UGC പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ഉത്തർപ്രദേശിന് പുറമെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സവർണ യുവാക്കൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം മാറ്റങ്ങൾ തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാകുമെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ജനത BJPയിൽ നിന്ന് അകലുന്നത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെയും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെയും തളർത്തും. ഹാപ്പൂരിലെ വീടുകൾക്ക് മുന്നിൽ പതിച്ച പോസ്റ്ററുകൾ യഥാർത്ഥത്തിൽ BJPക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത പക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ജനങ്ങൾ അവർക്ക് നൽകുന്നത്. ഈ പ്രതിഷേധം ഒരു ദേശീയ മുന്നേറ്റമായി മാറിയാൽ BJPക്ക് അവരുടെ ഹിന്ദുത്വ ഏകീകരണ തന്ത്രങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നേക്കാം. ജാതി സമവാക്യങ്ങൾ രാഷ്ട്രീയത്തെ ഭരിക്കുന്ന ഇന്ത്യയിൽ സ്വന്തം പാളയത്തിലെ കരുത്തരായ സവർണ വിഭാഗം കലാപക്കൊടി ഉയർത്തുന്നത് പാർട്ടിയുടെ അടിത്തറയിൽ വലിയ ഇളക്കം തട്ടിയതിന്റെ സൂചന തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിലെ മറ്റ് ഗ്രാമങ്ങളിലും സമാനമായ ബഹിഷ്കരണങ്ങൾ ഉണ്ടായാൽ അത് BJPക്ക് നേരിടാൻ കഴിയുന്നതിലും അപ്പുറമുള്ള പ്രതിസന്ധി തന്നെയാകും. UGC നയങ്ങളിൽ കേന്ദ്ര സർക്കാർ തിരുത്തലുകൾക്ക് തയ്യാറാകുമോ അതോ ഈ ജനരോഷം അവഗണിക്കുമോ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വരും കാലഗതി നിർണയിക്കുക തന്നെ ചെയ്യും. ഈ സാഹചര്യത്തിൽ സവർണ സമുദായങ്ങളുടെ പിണക്കം മാറ്റാൻ പാർട്ടി എന്ത് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യ എന്ന രാഷ്ട്രവും അതീവ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും UGC നടപ്പിലാക്കിയ ഇക്വിറ്റി റെഗുലേഷൻ 2026 എന്ന നയപരിഷ്കാരമാണ് ഹാപ്പൂരിലെ സവർണ വിഭാഗങ്ങളെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്. അതെന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ അല്ലെ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങളിലും പ്രവേശനങ്ങളിലും പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിധത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന തങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമെന്ന് സവർണ സമുദായങ്ങൾ ഇപ്പോൾ ഭയപ്പെട്ടു തുടങ്ങി. ഈ നയം നടപ്പിലാക്കുന്നതിലൂടെ ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിന്നിരുന്ന സ്വാധീനം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് വീടുകൾക്ക് മുന്നിൽ BJPക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റർ പ്രതിഷേധങ്ങളിലേക്ക് ഗ്രാമീണരെ നയിച്ചിരിക്കുന്നത്. തങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ പാർട്ടി തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നു എന്ന വികാരം ഹാപ്പൂരിലെ ഓരോ വീട്ടിലും പടർന്നതോടെ BJPയുടെ രാഷ്ട്രീയ അടിവേരുകൾ അക്ഷരാർത്ഥത്തിൽ ഇളകുകയാണ്. ഹാപ്പൂരിലെ ഈ പോസ്റ്റർ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെ BJP നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലായിട്ടുണ്ട്. BJPയുടെ പ്രാദേശിക നേതൃത്വം ഈ പ്രശ്നം പരിഹരിക്കാൻ ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ ശ്രമിച്ചുവെങ്കിലും പലയിടത്തും ജനങ്ങൾ അവരെ തടയുകയും പ്രതിഷേധം തുടരുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. BJPയുടെ ഉന്നത നേതൃത്വം വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തയ്യാറായിട്ടില്ല എങ്കിലും പാർട്ടി വക്താക്കൾ നൽകുന്ന വിശദീകരണം UGC പരിഷ്കാരങ്ങൾ ഒരു വിഭാഗത്തെയും ദോഷകരമായി ബാധിക്കില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ വിശദീകരണങ്ങൾ ഒന്നും പ്രതിഷേധിക്കുന്ന ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സവർണ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ അവിശ്വാസം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ചയായതോടെ പ്രതിപക്ഷ പാർട്ടികളും BJPക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സവർണ വിഭാഗങ്ങളുടെ പ്രതിഷേധത്തെ BJPയുടെ വിഭജന രാഷ്ട്രീയത്തിനുള്ള മറുപടിയായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നു. ഹാപ്പൂരിലെ പ്രതിഷേധം ഉത്തർപ്രദേശിലെ മറ്റ് ജില്ലകളിലേക്കും പടരുന്നത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ ഇടയിലുണ്ടായ രോഷം അണയ്ക്കാൻ സാധിച്ചിട്ടുമില്ല. സവർണ സമുദായങ്ങൾ BJPയിൽ നിന്ന് അകലുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കാതലായ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നതിനാൽ UGC പരിഷ്കാരങ്ങളിൽ കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സ്വന്തം കോട്ടകളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു വെല്ലുവിളി ഉയരുന്നത് BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവമായ പ്രതിസന്ധിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെതിരെ എന്ത് നടപടി BJP സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും അത് സവർണർക്ക് അനുകൂലമായി തന്നെയാകുമെന്നും നിരീക്ഷണങ്ങൾ വരുന്നു. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.